നമുക്ക് ഇനി ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നെക്കിൽ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, തുണി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. നെക്കിനായിട്ട് ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. എത്രയെന്ന് പറയാം. 3.25 ഇഞ്ച് നെക്കിൻ്റെ വീതിയും ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ കർവ് കൊടുത്ത് ഒരു ബോട്ട് നെക്ക് ഷേപ്പിലാണ് ഞാനിവിടെ നെക്ക് റെഡി ആക്കിയിട്ടുള്ളത്. തുണിയിൽ തന്നെയാണ്. നമുക്ക് ഇതേ തന്നെ എടുത്ത് എന്താ നമ്മൾ 2 തുണിയും ലൈനിങ് എല്ലാം ചേർത്ത് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്ക് വെച്ച് പിടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. തുണി ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കാം. 2 പീസിൻ്റെയും സെൻറ്ററിൽ ഓരോ കട്ടിങ് കൊടുക്കാം. ഇനി ഇത് നെക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് 1/4 ഇഞ്ച് അളവിന് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. ജസ്റ്റ് 1/4 ഇഞ്ച് അളവ് മതി. നെക്ക് പീസ് ഞാൻ 2 ഇതുപോലെ സൈഡ് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ വെച്ച് ജോയിൻ ചെയ്യാം. ഇവിടെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടില്ലേ, അതുപോലെ ഇതിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ച് നമുക്കൊരു സേഫ്റ്റി പിന്നോ അങ്ങോട്ട് സ്വിച്ച് എന്തോ ഉള്ളതെന്ന് വെച്ച് കൊളുത്തി കൊടുക്കാം. ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് അടിച്ചു തുടങ്ങാം. സേഫ്റ്റി പിന്നെ അഴിച്ചെടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്കിതിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം.
കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പതിച്ചടി കൊടുക്കാം. സൈഡ് മടക്കി എന്തെങ്കിലുമായിട്ട് പതിച്ചടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വീണ്ടും മടക്കുള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നോക്കൂ, നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബാക്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം. ഒരു ഭാഗം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഭാഗം ഫിനിഷ് ചെയ്യാം. ഈ നെക്ക് പീസിലും സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കാം. ചുരിദാറിൽ ഞാൻ ഓൾറെഡി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ചേർത്ത് വെച്ച് ഇഞ്ച് വിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. നമ്മൾക്കിത് പതിച്ചടിക്കാം. ഇനി നമുക്ക് ഓൾറെഡി അടിച്ചു വെച്ച പീസ് ഉണ്ടല്ലോ, നെക്ക് പീസ്, അതെടുത്ത് ഈ നെക്കിൻ്റെ പതിച്ചടി ഉണ്ടല്ലോ, പതിച്ചടിൻ്റെ അരികത്ത് ചേർത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ ഒരു മടക്ക് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് തന്നെ ഒരു മടക്ക് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഈ പീസിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഞാൻ ഷോൾഡർ ജോയിൻ്റ് ചെയ്തു. ഇനി ഈ പീസിന് ഉള്ളിലോട്ട് നമുക്ക് മടക്കി കൊടുക്കാം.
ഉള്ളിലോട്ട് മടക്കി കൊടുക്കുമ്പോൾ ഷോൾഡർ എല്ലാം ഇവിടെ നല്ല നീറ്റായിട്ട് വരും. ഇനി നമ്മൾക്കിത് അരികുവശം തയ്ച്ചു കൊടുക്കാം. നമ്മൾ നെക്ക് 2 വശവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ്. 2 വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് സൈഡെല്ലാം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അടിക്കാം. സ്ലീവിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സൈഡൊന്ന് 1/2 ഇഞ്ചിന് 2 മടക്കായിട്ട് 1/2 ഇഞ്ച് വീതം മടക്കി കൊടുക്കാം. താഴ്വശം മാത്രം 1/2 ഇഞ്ചിന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവിൻ്റെ പണി കഴിയും. രണ്ട് സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ഞാൻ സ്ലീവിൽ കട്ടിങ് ചെയ്യുമ്പോൾ സ്ലീവിൽ കുഴിച്ച് വെട്ടിയത് കാണിച്ചില്ല. ഒരു 1/4 ഇഞ്ച് അളവിന് സ്ലീവിൽ ഇതുപോലെ കുഴിച്ച് വെട്ടണം. 2 സ്ലീവും ഇതുപോലെ കുഴിച്ച് വെട്ടി ഓപ്പോസിറ്റായിട്ട് വരത്തക്ക വിധം നമ്മൾ കുഴിച്ച് വെട്ടണം. നമ്മൾക്കിനി ഇത് ജോയിൻ്റ് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഈ സെൻറ്റർ ഉണ്ടല്ലോ, അതിൽ വയ്ക്കാം. വേണമെന്നുള്ളവർ പിന്നെ കുത്തി കൊടുത്തു, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നൊന്ന് കൊളുത്തി കൊടുത്തോളൂ, സെൻറ്ററിൽ ഇളകി പോകാതിരിക്കാൻ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കാം. നമ്മളിവിടെ സ്ലീവും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് സൈഡ് കൂട്ടിയെടുക്കാം. കൈൻ്റെ വണ്ണം 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം. ഈ ജോയിൻ്റ് എല്ലാം ആം ഹോളിൻ്റെ ഈ ജോയിൻ്റ് എല്ലാം തുണിയെല്ലാം മേൽപോട്ട് വെച്ചിട്ട് വേണം അടിക്കാൻ. ഇവിടെ എത്തുമ്പോൾ മെഷീനൊന്ന് നിർത്തി രണ്ടും ചേർത്ത് വെച്ചിട്ട് താഴോട്ട് അടിച്ചു. സ്ലിറ്റിൻ്റെ ഈ ഭാഗം വരെ അടിച്ചു തരണം. അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തി കെട്ടിട്ട് കൊടുക്കാം. തിരിച്ച് അതിലോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരാം. 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത് സ്റ്റിച്ച് ഇട്ടോളൂ. സൈഡിൽ ആവശ്യമുണ്ടെങ്കിൽ 1-2 സ്റ്റിച്ച് ഞങ്ങൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തോളൂ. ഞാൻ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. വശവും അടിച്ചു തുടങ്ങാം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. തുണിയെല്ലാം മേൽപോട്ട് സ്റ്റിച്ചിങ് എല്ലാം മേൽപോട്ട് ആക്കി എന്നിട്ട് വേണം അടിച്ചു തുടങ്ങാൻ. ചുളിവില്ലാതെ നീറ്റായിട്ട് അടിച്ചു തരാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ സ്ലിറ്റ് അടിച്ചെടുക്കാം. 1/2 ഇഞ്ച് മടക്കി വീണ്ടും അതിനെ ഒന്നും കൂടെ 1/2 ഇഞ്ച് മടക്കാം. ഇവിടെ എത്തുമ്പോൾ 2 വശം ക്ലിയർ ചെയ്ത് നല്ലപോലെ ഉള്ളിലേക്ക് മടക്കി സ്ലിറ്റിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, 2 അടിയിലൊന്നും തുണി ചുളിയാതെ സൂക്ഷിച്ച് അടിക്കുക. ഇഞ്ചിന് മടക്കി താഴോട്ട് മടക്കി തയ്ക്കണം. ഒരു വശം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഒരു വശം കൂടെ നമുക്ക് അടിച്ചെടുക്കാം. വശവും അതുപോലെ അരിക് തയ്ച്ചെടുക്കാം.
ഇങ്ങേ വശം അരിക് മടക്കി തയ്ക്കാം. നമുക്ക് ഇങ്ങേ വശം കൂടെ അരികൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ രണ്ട് സൈഡും സ്ലിറ്റ് എല്ലാം അടിച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്താ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞു. ഇനി താഴെ മടക്കി തയ്ക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. നമുക്ക് അതും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അരിഞ്ച് അളവിന് ഒന്ന് മടക്കി വീണ്ടും അരിഞ്ച് അളവിന് ഒന്നുകൂടെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. തയ്ച്ചു കൊടുക്കാം. ഇതിൻ്റെ അരികുവശം ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. മടക്കി തയ്ക്കാം. ഇതാ നമ്മുടെ ചുരിദാർ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും നമുക്കിതിൽ എടുക്കേണ്ട ആവശ്യമില്ല. അളവ് ചുരിദാർ തന്നെ വെച്ച് ഇത് കട്ട് ചെയ്തല്ലേ എളുപ്പമാണ്. അളവ് ചുരിദാർ തന്നെ വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. മെഷർമെൻറ്റ് എടുത്തിട്ട് തയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പുതിയൊരാൾക്ക് ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ മെഷർമെൻറ്റ് എടുത്ത് തയ്ക്കാം. നമ്മൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർ അവരുടെ ചുരിദാറിനെ വെച്ച് ഇതുപോലെ അളവ് തുണി വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ബോട്ടിനൊക്കെയാണ്. തീരെ വണ്ണം കുറഞ്ഞ കുട്ടിക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.